ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടെമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ടു ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു. ടവറാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ്. Ace of Swords. Ten of Cups. Queen of Cups. നമുക്ക് ബോട്ടം വന്നിരിക്കാൻ ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ വളരെ നല്ല എനർജിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ്. വിക്ടറി ആൻഡ് സക്സസിൻ്റെ കാർഡാണ് ചാരിയട്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആന്തരികമായത്, അതായത് മെൻ്റലി സ്ട്രോങ് ആയ ഒരു വ്യക്തിയാണ്, വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി വിചാരിക്കുന്ന കാര്യം ഇവിടെ പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. മെൻ്റലി ഫിസിക്കലി ഒന്ന് പവർഫുൾ ആവേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധ്യമാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലായി? മനസ്സിന് മാത്രം ശക്തിയുണ്ട്, ശരീരം തളർന്നിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കുമോ? ഒന്നുമില്ല. ഇത് രണ്ടും കൂടെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിക്ക് അവർ വിചാരിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇവിടെ ഒരു വ്യക്തിക്ക് കടിഞ്ഞാൻ പോലും ഇല്ലാതെ ഒരു കുതിരവണ്ടി ഓടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അത് സാധ്യമാക്കിയെടുത്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നെഗറ്റീവായാലും പോസിറ്റീവായാലും കണ്ടില്ലേ, ഇവിടെ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, ഇത് രണ്ടിനെയും കൂടെ തുലനം ചെയ്ത് കൊണ്ടുപോവുകയാണ്. സമതുലിതമായ ഒരു അവസ്ഥയിലേക്ക്, സന്തുലിതാവസ്ഥ പാലിച്ചു കൊണ്ടുപോവുകയാണ് ഇവിടെ, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ. അങ്ങനെ നിങ്ങൾക്ക് കഴിയണം, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ജീവിതത്തിൽ നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റും. അല്ലാതെ എന്തെങ്കിലും ചെറിയ ദുഃഖം വരുമ്പോൾ ദുഃഖിച്ചിരിക്കുകയാണ്, എനിക്ക് എന്നും ഇത് തന്നെയാണ് വരാൻ പോകുന്നത് എന്നങ്ങ് മനസ്സിൽ ചിന്തിക്കാൻ പാടില്ല. അമിതമായ സന്തോഷം വരുമ്പോഴോ എനിക്ക് എന്നും സന്തോഷിച്ചിരിക്കാൻ പറ്റും എന്നും വിചാരിക്കാൻ പാടില്ല. കാരണം അമിതമായ സന്തോഷത്തിലിരിക്കുന്നു നമ്മളെങ്കിൽ പിറ്റേന്ന് നമുക്കൊരു ദുഃഖത്തിനുള്ള അവസരം ഉണ്ടാകും. കാരണം ഇത് രണ്ടും ഇടകലർന്നാണ് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതാണ് പറയുന്നത്, സന്തുലിതമായ അവസ്ഥ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നിനെയും പേടിക്കണ്ട, ഒരു ദുഃഖങ്ങളും നമ്മളെ തേടി വരികയില്ല.
മനസ്സിലായി? ഒരിക്കലും അങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥകളും വരുന്നില്ല, ഒരു തോൽവിയും വരില്ല. ഇല്ല, കാരണം എന്താണ്, തോൽവി വന്നാലും ജയം വന്നാലും എനിക്ക് ഒരുപോലെ ഉള്ളൂ എന്ന് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക്, എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്കാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും സക്സസ് ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറയാൻ. ചാരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു വിക്ടറി ആൻഡ് സക്സസ് വരുന്നുണ്ട്, നിങ്ങൾ അതനുസരിച്ചിരിക്കണം. കണ്ടില്ല, ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ വേണം ജീവിതത്തിൽ പോകാൻ. ഇവിടെ കണ്ടില്ല, ഇവിടെ റെയിൻബോ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ റെയിൻബോ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന ചക്രാസ് ഉണ്ടല്ലോ. ഇവിടെ പ്രപഞ്ചത്തിൽ നിന്നും എല്ലായ്പ്പോഴും പോസിറ്റീവ് എനർജിയെ സ്വീകരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ചക്രാസിനെ ആക്റ്റീവ് ആക്കി എടുക്കുന്ന ആ ഒരു എനർജി ഏതാണോ അതിവിടെ ബാലൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്താൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും ബാലൻസിങ് ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ്, ദുഃഖം വന്നാലും സുഖം വന്നാലും ഒരേപോലെ അങ്ങനെ കരുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടി വരത്തില്ല. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ ഇങ്ങനെ എല്ലാവിധത്തിലുള്ള ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വരും. എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലായാലും നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിലായാലും എല്ലാം നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് വളരെയധികം ആവേശം ഉണ്ടാവും. ഈ ആവേശം ഉണ്ടാവുന്ന എന്താണ്, സ്വയം കോൺഫിഡന്റ് ആവാൻ കഴിയുന്നു. എന്നെ കൊണ്ട് അത് പറ്റും, എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ കഴിയുന്നത്. ഒരു കിങ്ങിന്റെ പദവിയിലേക്ക് വരണം, അല്ലെങ്കിൽ കിങ്ങിന്റെ പദവി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹൈ എനർജിയാണ് ഇവിടെ. ഈ ഒരു ഹൈ എനർജിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരികയാണ് വേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരുടെയും മുൻപിലൊന്നും തലകുനിക്കാൻ പോവരുത്. മനസ്സിലായോ? ആരോടും പരാതി പറയാനും പോവരുത്. അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു പാരയാവും നാളെ. അതുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല. അതിന് പകരം നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താണ്, എനിക്കതിന് കഴിവുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കണം. എനിക്കിത് ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഉണ്ടല്ലോ അല്ലെ? വാഹനം നന്നായിട്ട് ഓടിക്കാനുള്ള കഴിവുണ്ടല്ലോ, ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് ഇത്രയും ഞാൻ വന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഞാൻ സാധിച്ചത് എങ്ങനെയാണ്, എനിക്കതിന് കഴിവുള്ളത് കൊണ്ടാണ്, അല്ലേ? അപ്പൊ ഞാനൊരു പരാജിതനൊന്നും അല്ല, എനിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ആ ഒരു എനർജി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും കൊടുക്കുക. അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തോൽവി വരില്ല. പുറമേയുള്ള കാര്യങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെ വളരാൻ സഹായിക്കുന്നത്. മനസ്സിലായോ? പുറമേ എന്തുമായിക്കൊള്ളട്ടെ, പുറമേ ഉള്ള ലോകത്ത് എന്തും നടന്നുകൊള്ളട്ടെ, നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ, ഐ ആം കേപ്പബിൾ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ, തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. ഈ ഒരു എനർജിയിലേക്ക് വരാൻ കഴിയും. ഒരു കിങ്ങിന്റെ എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയും. മനസ്സിലായോ? അതിനായിട്ട് എന്താ വേണ്ടത്, ഒരു കണ്ണാടിയുടെയൊക്കെ മുൻപിൽ ചെന്ന് നിന്ന് ഐ ആം കോൺഫിഡൻ്റ് എന്ന് പലതവണ പറയണം. അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് അങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായി? അങ്ങനെ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ച വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരുപാട് പേർ സേവിച്ച് നിൽക്കുന്ന എനർജി കൊണ്ട് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കഴിവ് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ 10 ഓഫ് പെന്റക്കിൾസ്, നിറഞ്ഞ സാമ്പത്തികം, ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ എനർജി വരുന്ന മണി എനർജി ഒക്കെ ഇങ്ങോട്ട് വരുന്നത്. കോൺഫിഡൻ്റ് ആവുന്ന ഒരു വ്യക്തിക്കാണ് ഇതെല്ലാം സാധിച്ചു കിട്ടുന്നത്. അല്ലാതെ ഭീരുക്കൾക്കൊന്നും സാധിക്കില്ല, വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും സാധിച്ചു കിട്ടില്ല. ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. 2 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു, കണ്ടില്ലേ? ഇത് ബാലൻസിങ് നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ. വരുമാനവും ചെലവും എല്ലാം കൂടെ ഒരേപോലെ വർദ്ധിച്ചു വരുന്നു. വരുമാനം ഉള്ളതിനനുസരിച്ച് ചെലവ് ഇരട്ടിയാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനെയും ഒക്കെ ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ടാവണം. കാരണം അപ്പോഴേക്കും നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരും, നിങ്ങൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായി? നിങ്ങളിവിടെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ ലോട്ടറികളാവാം, അതുമല്ല എങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികമാകാം. ഏത് വിധത്തിലൂടെ ആയാലും
സാമ്പത്തികം നിങ്ങൾക്ക് വന്നു ചേരും. അതുവഴി നിങ്ങളോട് ശത്രുതയുള്ളവരൊക്കെ നിങ്ങളോട് അടുത്തുകൂടുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. മനസ്സിലായി. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും ആയാലും ഇവിടെ സാമ്പത്തികം വരും എന്ന് കാണുന്നുണ്ട്. ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാം പ്രശ്നങ്ങളായിരിക്കാം. മനസ്സിലായി. നോക്കി നിൽക്കുകയാവാം പല കാര്യങ്ങളും നശിച്ചു പോകുന്നത്, പല കാര്യങ്ങളും ഇല്ലാതെയാവുന്നത്. ഏർപ്പാട്ട് നിമിത്തം ജീവിതത്തിലെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മനസ്സിലായി. അങ്ങനെയല്ലേ നമ്മൾ നോക്കി നിൽക്കലല്ലേ, നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാതെ അല്ലേ പ്രകൃതിക്ഷോഭം വരുന്നത്, മിന്നലും മഴയും വെള്ളവും ഒക്കെ ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഓരോ കാര്യങ്ങളും ചില സമയത്ത് വന്നു ഭവിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരുപാട് ദുഃഖത്തിലിരിക്കുമ്പോൾ വിചാരിക്കണം, എനിക്കൊരു ചേഞ്ച് കൊണ്ടുവരണം, എനിക്കൊരു മാറ്റം വരണം, വന്നേ മതിയാകൂ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത്, നിങ്ങളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവന്നേ മതിയാവൂ ടവർ മൊമെന്റ് വന്നിരിക്കുന്ന ജീവിതത്തിൽ. അപ്പോൾ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമൊക്കെ ഇവിടെ പലരുടെയും ഭൗതികപരമായ ഈ ഒരു സ്നേഹം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 8 കപ്പുകളും നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ടെന്ന് കരുതിയാണ് ഇറങ്ങിപ്പോകുന്നത്. മനസ്സിലായി. എന്തുകൊണ്ട് ഇത് വേണ്ടെന്ന് വെക്കുന്നു? ഇതുള്ളത് എനിക്ക് ദോഷമാണ്. ഇവിടെ ടവർ മൊമെന്റ് സംഭവിച്ചില്ലേ. അപ്പൊ ഇതുള്ളത് എനിക്ക് ദോഷമാണെന്ന് കരുതിക്കൊണ്ട് ഇവിടെ നിന്ന് ഇത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഭൗതികതയിലേക്ക് പോകുന്നു, ആവശ്യമില്ലാത്ത പല ബന്ധങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ സ്വയം നിങ്ങൾക്കുള്ള കുഴി നിങ്ങൾ തോണ്ടുന്നു. നിങ്ങൾ നിമിത്തം തന്നെയാണ് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അനാവശ്യകരമായ കൂട്ടുകെട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നും നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടാവുന്നു. അനാവശ്യകരമായിട്ട് ആരെങ്കിലും പൈസ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് ശത്രുത ഉണ്ടാവുന്നു. മനസ്സിലായി. ഇതൊക്കെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇവിടെ ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ ഉപേക്ഷിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒക്കെയും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കും. നല്ല ഒരു ആത്മീയ എനർജി നിങ്ങൾക്ക് ലഭിക്കും. അതായത് സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തിനു ആക്ഷൻ എടുക്കാൻ പോകുന്നതിന് നിങ്ങൾ പുതിയതായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടാവണം. അങ്ങനെ പുതിയതായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്കിവിടെ ഒരു സക്സസ് വരും. കാരണം കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളിവിടെ മുന്നോട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ ഒരു സക്സസ് വന്നു ചേരും. എന്താണോ നിങ്ങളിപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തണം, വാക്കുകൾ പാലിക്കണം, മറ്റുള്ളവരുടെ മുൻപിൽ പറയുന്ന വാക്കിനൊരു വിലയുണ്ടാവണം, പ്രവൃത്തിക്ക് വിലയുണ്ടാവണം, സമയം പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നതാണ്. ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 10 ഓഫ് കപ്സ്, നിറഞ്ഞ സന്തോഷം വരുന്നുണ്ട്. നിറഞ്ഞ സന്തോഷം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഫാമിലി ഇപ്പോൾ ആരെങ്കിലുമായിട്ട് നിങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ കുട്ടികളും ഫാമിലിയും ഒക്കെ ഒത്തുചേർന്ന് വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണ്. കാണാതിരുന്ന സുഹൃത്തുക്കൾ വന്നു ചേരാം, കാണാതിരുന്ന ബന്ധുക്കൾ വന്നു ചേരാം, അല്ലെങ്കിൽ വേർപിരിഞ്ഞിരുന്ന ദമ്പതികൾ, പാർട്ട്ണർ നിങ്ങളിൽ നിന്നും വേർപെട്ടു പോയോ, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് കുട്ടികളുമായി സന്തോഷമായിട്ടൊരു ഫാമിലിയിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി കുട്ടികളില്ലയോ, ഉണ്ടോ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അവിടെ നിന്നൊക്കെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എന്തോ വളരെയധികം വിലപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നേടിയെടുക്കാനുള്ള ശ്രമമാണ്. ആ ഒരു പരിശ്രമത്തിൽ ഹൃദയം ശുദ്ധമാണ്. ഹൃദയത്തിന് പരിശുദ്ധി ഉണ്ടാവണം. എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ ഹൃദയത്തിന് പരിശുദ്ധി കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ആ ഒരു എനർജി മാത്രമേ ഉള്ളിൽ നിലനിൽക്കാവൂ. അങ്ങനെ വരുമ്പോൾ നിരന്തരം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ആ ഒരു കാര്യം സാധ്യമാകുന്നതാണ്. ഏതെങ്കിലും വ്യക്തികൾക്കാവാം, ഏതെങ്കിലും സാഹചര്യങ്ങൾക്കാവാം, ഏതെങ്കിലും ഒരു സന്ദർഭത്തിന് വേണ്ടിയുമാകാം. നിരന്തരം അത് നിങ്ങൾ ചിന്തിച്ച് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ, എല്ലാവർക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വ്യൂവേഴ്സിന് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മനസ്സിലായി, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഒരുപാട് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ അല്ലേ. നമ്മളൊക്കെ സുഖമായിട്ട് കഴിയുന്നു, എത്രയോ പേർ ഒത്തിരി ദുരിതത്തിൽ അകപ്പെട്ട് കഴിയുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ്, അപ്പോൾ ഇത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.